Hello, welcome back to my channel and I'm Nimisha. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പവർ ബി ഐ ഇൻസ്റ്റാൾ ചെയ്തു അല്ലേ? ഇനി ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പവർ ബി ഐയിലോട്ട് എങ്ങനെ നമുക്ക് ഡാറ്റാസ് ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാൻ മാത്രം മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഐ ടി ഫീൽഡിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു ചാനൽ സജസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ട്യൂട്ടോറിയൽസ് ഫ്രം ബേസിക് ടു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽസ് അതിലുണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ. ഓക്കെ, ഇതിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഉണ്ട്, പൈത്തൺ, ജാവ, സൈബർ സെക്യൂരിറ്റി, ഇപ്പം നമ്മൾ ഡാറ്റാ സയൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ല ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിലിപ്പോൾ സിലീനിയം വെബ് ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കിയിട്ടില്ല. ഞാൻ കുറച്ച് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അത് ഞാൻ പ്ലേലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം. കണ്ടോ, വെബ് ഡ്രൈവറിൻ്റെ ഉണ്ട്, അത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആട്ടോ വരുന്നത്. അതൊക്കെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വ്യൂസ് കണ്ടോ, ഇതിൽ കണ്ടോ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 253 വീഡിയോസും ഉണ്ട്. പക്ഷേ വ്യൂസ് ആകെ 27,000 പ്ലസ്സേ ഉള്ളൂ. വ്യൂസ് കുറവാണ്. നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നണമെങ്കിൽ ഇതിൽ കുറേ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ലൈക്കും കമൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ ഇങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഒരു ഐ ടി കരിയർ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതൊന്നും പറഞ്ഞ ടൈം കളയണ്ട, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ അതെ, ഞാൻ പവർ ബി ഐ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇന്നലെ ഓൾറെഡി നിങ്ങൾ ഒരു ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്ത് നോക്കുന്നത് അവിടെ പോയിട്ട് ഓപ്പൺ ചെയ്താൽ മതി. സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഫസ്റ്റ് തൊട്ട് തന്നെ പറഞ്ഞുതരാം. ബ്ലാങ്ക് റിപ്പോർട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരിക്കും ഇല്ലേ? ഓക്കെ, എല്ലാം ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കിനി വേണ്ടത് 1 സെക്കൻഡ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ ഞാനൊരു എക്സൽ ഫയലും അതേപോലെ ഇവിടെ ഒരു CSV ഫയൽ, 2 ഫയലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഏത് ഫയൽ വേണം നമുക്ക് അതിൽ ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ മെയിനായിട്ടും എക്സലും CSV ഒക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരിക്കാം. ഇനി ഇതിൽ ഇവിടെ കണ്ടോ, ഹോം ടാബിൽ ഡാറ്റ ഗ്രൂപ്പിൽ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു റിബൺ ഉണ്ട്. കണ്ടോ, ഇതിനുള്ളിൽ ഒരുപാട് കോമൺ ഡാറ്റ സോഴ്സുകളുണ്ട്. പവർ ബി ഐയിൽ നമുക്ക് 100-ലധികം ഡാറ്റ സോഴ്സ് അതിനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എക്സൽ, സിമാൻറ്റിക് മോഡൽസ്, ഡാറ്റാവേഴ്സ്, SQL, ടെസ്റ്റ്, CSV, വെബ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിട്ട് കവർ ചെയ്യാം. ഇതിലൊരു 5-6 എണ്ണേ ഉള്ളൂ. ഇവിടെ മോർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. വെയിറ്റ് ചെയ്യട്ടോ, സ്ലോ ആവണം എന്നാണ് സിസ്റ്റം, വേറെ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ആയിട്ട് ഈ ഡാറ്റ സോഴ്സ് മൊത്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു പവർ ബി ഐയിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. നമ്മളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടാവില്ല, കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം, അതല്ലെങ്കിൽ ലോഡാവുന്നില്ല. ഞാൻ ബാക്കിയുള്ള ആപ്പുകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, കണ്ടോ, ലോഡായിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഓരോരോ ഡാറ്റ സോഴ്സുകളാണ്. ഇതിലൊക്കെ എന്താക്കാൻ പറ്റും, ഇതൊക്കെയായിട്ട് നമുക്ക് ഈ ഒരു പവർ ബി ഐ കണക്ട് ചെയ്യാൻ പറ്റും. ഫയൽ ബേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡാറ്റാ ബേസ് ആയിട്ടുള്ളത്, മൈക്രോസോഫ്റ്റ് ഫാബ്രിക് ആയിട്ടുള്ളത്, പവർ പ്ലാറ്റ്ഫോം, അഷ്യൂർ, ഈ എല്ലാ ഡാറ്റ സോഴ്സിൽ നിന്നും നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഡാറ്റ സോഴ്സുകളൊക്കെ ആയിട്ട് പവർ ബി ഐനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഫോക്കസ് ചെയ്യുക എക്സൽ, CSV, പിന്നെ PDF, XML, JSON, അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ MySQL ഒക്കെ കൂടി നോക്കണമെങ്കിൽ നോക്കാം. കുറച്ചൊക്കെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും എക്സൽ വെച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ കൊടുക്കണം. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡാറ്റ സോഴ്സിനെ കണക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ കണ്ടോ ആഡ് ടു യുവർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനടിയിൽ കണ്ടോ ഗെറ്റ് ഡാറ്റ ഫ്രം അനദർ സോഴ്സ്, ഇതിൽ നിന്നും നിങ്ങൾക്ക് ഡാറ്റ സോഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സെയിം തന്നെ. അതല്ലെങ്കിൽ ഇവിടെ കണ്ടോ ഡാറ്റ, ഇതിൽ കണ്ടോ ഗെറ്റ് ഡാറ്റ, ഇതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ സോഴ്സിനെ ഈ ഒരു പവർ ബി ഐയിലോട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ലോഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ്, എക്സൽ വർക്ക് ബുക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന് മുൻപ് ഞാൻ ആ ഒരു വർക്ക് ബുക്ക് എക്സൽ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ലോഡാവട്ടെ. ഇതിൽ കണ്ടോ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഡാറ്റ സോഴ്സ് ഒരുപാട് ടൈപ്പ് ഇതിലുണ്ട് കേട്ടോ.
ഡാറ്റാബേസുകൾ നമുക്ക് കണക്ട് ചെയ്യാം. MySQL, PostgreSQL, SQL സെർവർ. അതല്ലെങ്കിൽ ഇവിടെ ഇപ്പം എന്താ ഓൺലൈൻ സർവീസ് എന്തൊക്കെയുള്ളത്, 365 ഓൺലൈൻ എക്സ്ചേഞ്ച്. പിന്നെ ഇവിടെ പതേഴ്സിൽ വരുമ്പോൾ സ്പാർക്ക്, ഹൈവ്, ആർ സ്ക്രിപ്റ്റ്, പൈത്തൺ സ്ക്രിപ്റ്റ്, ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. പൈത്തൺ വെച്ചിട്ടൊക്കെ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡാറ്റാ സോഴ്സുകളിൽ ഒരു 5-10 പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് നിങ്ങൾ, ഏതൊക്കെ ഡാറ്റാ സോഴ്സ് ഉണ്ടെന്നുള്ളത് കേട്ടോ. ഫൈൻ. നമ്മുടെ എക്സൽ ഇവിടെ ഓപ്പൺ ആയി. ഇതിൽ ഫസ്റ്റത്തേലൊരു എംപ്ലോയി മാനേജ്മെന്റ് ഡാറ്റയാണുള്ളത് എക്സൽ ഫയലിൽ. അപ്പം ഇതൊരു ടേബിൾ അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തു എന്നേ ഉള്ളൂ, ഒരു ടേബിൾ അല്ല അത്. ടേബിൾ ആണോ അല്ലേന്ന് ഇപ്പം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റാം? ഇവിടെ ഇപ്പോൾ ഷീറ്റ് 1 ഞാൻ ഇവിടെ ഒരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്യണോ, എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നുണ്ടോ? കണ്ടോ, മുകളിൽ കാണുന്നുണ്ടോ? ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഇവിടെ ഒരു ടേബിൾ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെല്ല് എന്ന് വെച്ചാൽ ഈ ഒരു ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഒരു ടേബിൾ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ടേബിൾ ഡിസൈൻ എന്നായിരിക്കും നിങ്ങളുടെ വരുന്നുണ്ടാവുക. ഇത് ഞാൻ യൂസ് ചെയ്യണത് മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ അല്ല, VPSൻ്റെയോ അങ്ങനെ ഏതിൻ്റെയോ എക്സൽ യൂസ് ചെയ്യുന്നത്. അതാണ് പേരിൽ വ്യത്യാസം വരുന്നത്. പകരം ഈ എംപ്ലോയി മാനേജ്മെന്റ് ഡാറ്റയിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഒരു ചേഞ്ചും വരുന്നില്ല, കണ്ടോ? അപ്പം ഞാൻ ഇവിടെ ഒരു ടേബിൾ ഞാൻ ഇൻസേർട്ട് ചെയ്ത് തരാം. ഇൻസേർട്ട് ടേബിൾ. ഓക്കെ, ഈ ഒരു ഇവിടെ മാത്രം ഞാൻ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇതുമില്ല, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട ഇവിടെ ഒരു ടേബിൾ ടൂൾ എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതൊരു ടേബിൾ ആണെന്നുള്ളത്. ഓക്കെ, ഇനി ഷീറ്റ് 1ലും ഇതേപോലെ ഒരു ടേബിൾ ഉണ്ട്. അത് empty ടേബിൾ ആണ്, ജസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഷീറ്റ് 2ൽ ഇവിടെ പല പല ഷീറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം ഇല്ലേ, അതിന് ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സീരിയൽ നമ്പർ, നെയിം, ഇമെയിൽ, അഡ്രസ്സ്, ഫോൺ നമ്പർ, സെക്സ്, സ്റ്റേറ്റസ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമില്ല, ഈ ഒരു ടേബിൾ നമുക്ക് ആവശ്യമില്ല. ക്ലിയർ അല്ലേ? സേവ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. എന്ത് ചെയ്യാം? ഹോം ടാബിൽ ഡാറ്റ ഗ്രൂപ്പ് സെറ്റിൽ ഗെറ്റ് ഡാറ്റ എന്നുള്ള റിബണിനുള്ളിൽ എക്സൽ വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്യാം. അതിൽ ഈ ഒരു എക്സൽ ഫയൽ ലോഡ് ചെയ്യാം. അത് ലോഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതേപോലെ ആ ഒരു എക്സൽ ഫയലിൽ ഒരുപാട് ഷീറ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അതിൽ ആവശ്യമുള്ള ആകെ ഒരേ ഒരു ടേബിളേ ഉള്ളൂ, ഏറ്റവും ലാസ്റ്റത്തെ ഷീറ്റ് 2ലുള്ള ഒരു ടേബിൾ, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഈ നാവിഗേറ്ററിൽ എന്തുണ്ട്, ഈ ഓരോ ടേബിളും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടാവും. എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടാവും. എംപ്ലോയി മാനേജ്മെന്റ് ഡാറ്റ എടുത്തു, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് പ്രിവ്യൂ ചെയ്യാൻ പറ്റും. അതിൽ എന്താ ഉള്ളതെന്ന് അതിൽ കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഒരു സാധനമാണ് അതിനുള്ളിലുള്ളത്. ഇനി ഷീറ്റ് 1ൽ എന്താ ഉള്ളത്? ടേബിൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് empty ആണ്. ഷീറ്റ് 2ൽ എന്താ ഉള്ളത്? ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, ആ 2 ടേബിളാണ് ഷീറ്റ് 1ലത്തെ ടേബിളും ഷീറ്റ് 2ലത്തെ ടേബിളും ആണ് ഇവിടെ കാണുന്നത്. ടേബിൾ 1, ടേബിൾ 2 എന്ന് പറഞ്ഞിട്ട് ടേബിളും ഓരോ ഷീറ്റിൻ്റെയും വ്യത്യാസം കണ്ടോ? ടേബിൾ ആണെങ്കിൽ മുകളിൽ ഒരു ബ്ലൂ കളർ ഉണ്ട്, ഷീറ്റിന് അങ്ങനെ ഒരു ഐക്കണിന് ബ്ലൂ കളർ ഇല്ല. നമുക്കിപ്പോൾ വേണ്ടത് ഈ ഒരു ടേബിൾ 2 ആണ്. ഓക്കെ, ഷീറ്റ് മൊത്തം വേണ്ട, നമുക്ക് ഈ ഒരു ടേബിൾ 2 മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യുക? അത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ലോഡ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ടേബിൾ എന്തായിട്ടുണ്ടായിരിക്കും? നമ്മളുടെ ഈ ഒരു പവർ BIയിലോട്ട് ലോഡ് ആവുന്നുണ്ടായിരിക്കും. ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, അതെൻ്റെ സിസ്റ്റം സ്ലോ ആയതുകൊണ്ടല്ല. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പെക്കിനനുസരിച്ചിരിക്കും ഈ ലോഡ് ആവൽ. ഇവിടെ അപ്ലൈ ചേഞ്ചസ്, ഡിസ്കാർഡ് ചേഞ്ചസ് അതൊന്നും ചെയ്യേണ്ട. ലോഡായി കഴിഞ്ഞിട്ട് മാത്രമേ ഇനി എന്ത് ചെയ്യാവൂ, തുടരുത് കേട്ടോ. ഇനി ടേബിൾ 2 10 റോസ് ലോഡഡ്, 10 റോസ് അതിൽ ലോഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. നോക്കാം. ഓക്കെ, ഇവിടെ കണ്ടോ ഈ സൈഡിൽ, ഇവിടെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ സൈഡിൽ കണ്ടോ, ഡാറ്റയുടെ അവിടെ ടേബിൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിൽ ആ ടേബിളിൻ്റെ കോളംസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഫോൺ നമ്പറും ഇതൊക്കെ നമ്പേഴ്സാണ്. അതാണ് ഇവിടെ ഒരു സമ്മിൻ്റെ സിമ്പിൾ പോലെ വന്ന് നോക്കുന്നത്.
ക്ലിയർ ആയോ? അപ്പോൾ എക്സൽ ഫയലിലത്തെ ഒരു ടേബിൾ എങ്ങനെ പവർ ബി ഐയിലോട്ട് ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പവർ ബി ഐയിലോട്ട് എങ്ങനെ ഡാറ്റ ലോഡ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം, ലോഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഡാറ്റ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോവുക, ഡാറ്റ സെറ്റ് എംപ്ലോയി കാഗിളുടെ എടുക്കാം. കാഗിളിൽ ഒരുപാട് ഡാറ്റ സെറ്റ് ഉണ്ട് കാഗിൾ സൈറ്റിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഡാറ്റ സെറ്റുകൾ പുറമേ നിന്നുള്ള എക്സൽ ഫയൽസ് ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, കാഗിളിൽ ഒരു എംപ്ലോയി ഡാറ്റ സെറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്കിതിവിടെ ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, ഡൗൺലോഡ് ആയിട്ട് സിപ്പ് കൊടുത്താൽ അതൊരു സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ആവും. അത് എക്സ്ട്രാക്ട് ചെയ്യുക, അതിനുള്ളിൽ ആ ഒരു ഡാറ്റ സെറ്റ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ എംപ്ലോയി, അല്ലെങ്കിൽ ഇപ്പം എന്താ വേണ്ടേ, കോവിഡിൻ്റെ ഡാറ്റ സെറ്റാണ് വേണ്ടത്. ഡാറ്റ സെറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുക. കോവിഡിൻ്റെ ഒരു ഡാറ്റ സെറ്റ് ചെയ്യലുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ആ ഒരു ടേബിൾ, CSV ഫയലാണത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇത് CSV ഫയലാണ്, ഫയൽ നോക്കിയിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ സെറ്റ് ഈ ഒരു സൈറ്റിൽ നിന്ന് കാഗിളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക കാഗിളിൽ കേട്ടോ. കാഗിൾ ആസ് എ ഡാറ്റ അനലിസ്റ്റ് ആസ് എ ഡാറ്റ സയൻറ്റിസ്റ്റ് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. നമുക്ക് ഒരുപാട് ഡാറ്റാസ് കിട്ടുന്ന ഒരു സൈറ്റാണ് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ബേസിക് തൊട്ട് പതിയെ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ പവർ ബി ഐയിൽ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. മാക്സിമം ഷെയർ ചെയ്യുക, വ്യൂ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.